ബലാത്സംഗ കേസിനു പിന്നാലെ 11 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയ്ക്കായുള്ള തിരച്ചിലിനായി പുതിയ സംഘത്തെ നിയോഗിച്ചു. ജി പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് തിരച്ചിൽ നടത്തുന്നത്. രണ്ടാമത്തെ പീഡനക്കേസിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടയാത്ത സാഹചര്യത്തിലാണ് നടപടി. അതേസമയം കർണാടകയിലെ കോൺഗ്രസിന്റെ സഹായത്തോടെയാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നതെന്നാണ് ആക്ഷേപം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി നടപടിക്ക് പിന്നാലെയാണ് ആദ്യ സംഘം തെരച്ചിൽ അവസാനിപ്പിച്ച് കർണാടകയിൽ നിന്നും മടങ്ങിയത്. പിന്നാലെയാണ് രാഹുലിനെ കണ്ടെത്തുന്നതിനായി പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് വിചാരണ കോടതി തടഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ജി പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കർണാടക ജില്ലകളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരത്ത് വിചാരണ കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഇതിനു മുന്നോടിയായി കേസിലെ പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും ഒളിവിൽ കഴിയാൻ വലിയ സഹായമാണ് കോൺഗ്രസ് രാഹുലിന് നൽകുന്നത്. കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. രാഹുലിന് ഒളിത്താവളങ്ങളിൽ നിന്ന് സഞ്ചരിക്കാനും താമസിക്കാനും കോൺഗ്രസിന്റെ സഹായം ലഭിക്കുന്നുണ്ട്. രാഹുലിനെ പരസ്യമായി തള്ളിപ്പറയാൻ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഇനിയും തയ്യാറായിട്ടുമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.